നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ സേനാപതി പഞ്ചായത്തിലാണ്. ഇപ്പോൾ നിൽക്കുന്നത് ഇല്ലിപ്പാലത്തിനടുത്താണ്. അപ്പോൾ ഇല്ലിപ്പാലം എന്ന് പറഞ്ഞത് കണ്ടോ, ഇതാണ് പണ്ട് കാലത്ത് ഇല്ലി കൊണ്ടാണ് ഈ ഒരു രണ്ട് കരയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് ആ പാലത്തിന് ഇല്ലിപ്പാലം എന്ന് പേരിട്ടത്. ഇപ്പോൾ ഞാൻ നിന്ന് വ്ലോഗ് ചെയ്യുന്നത് സേനാപതി പഞ്ചായത്തിലും എന്നാൽ അക്കരെ കാണുന്നത് രാജകുമാരി പഞ്ചായത്തുമാണ്. അപ്പോൾ ഈ ഒരു പാലം ബന്ധിപ്പിക്കുന്നത് രണ്ട് പഞ്ചായത്തുകളെ കൂടിയാണ്. അപ്പോൾ ഇതിനടുത്ത് തന്നെ ഒരു ആൽമരവും അതിനോട് ചേർന്ന് തന്നെ ഒരു ഭണ്ഡാരമുണ്ട്, വെയിറ്റിംഗ് ഷെഡും ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ സേനാപതിക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ നേരെ പോകുന്നത് ശാന്തംപാറയ്ക്ക്. അപ്പോൾ ഈ 3 പിരിവാണ്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം എന്നെ സഹായിക്കാൻ വന്നേക്കുന്നത് നമ്മുടെ സിജോ സേനാപതിയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സേനാപതി കാഴ്ചകളിലേക്കൊക്കെ പോവാം, അല്ലേ സിജോ? ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പരിചയപ്പെട്ടല്ലോ നമ്മുടെ ചേരൻ ചെങ്കുട്ടരാജാവിൻ്റെ ഓരോ സ്ഥലങ്ങൾ. രാജക്കാട് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ താമസിച്ചിരുന്ന രാജകുമാരി, പിന്നെ പൂ പറിക്കാൻ വന്ന സ്ഥലം പൂപ്പാറ, അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടു വരികയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സേനാപതി എന്ന സ്ഥലത്താണ്. ഇപ്പോൾ നമ്മൾ ഇല്ലിപ്പാലത്തെ പറ്റി പറഞ്ഞു. അതോടൊപ്പം തന്നെ അപ്പോൾ ചേരൻ ചെങ്കുട്ടരാജാവിൻ്റെ സർവ്വ സൈന്യാധിപന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് സേനാധിപതി എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീടത് സേനാപതി എന്നാക്കി മാറ്റി നാമകരണം ചെയ്തു. അങ്ങനെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നതാണ് ഒരു ഐതിഹ്യം. അപ്പോൾ നമുക്കെന്തായാലും സേനാപതി കാഴ്ചകളിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ സേനാപതി ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് 3 കൂടി ഒരു കവലയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ വട്ടപ്പാറയ്ക്ക് പോകുന്ന വഴിയാണ്, സേനാപതി വട്ടപ്പാറ. ഇനി പോകുന്നത് രാജകുമാരിക്ക് പോകുന്നതാണ്. ഈ വഴി പോകുമ്പോഴാണ് നമുക്ക് പഞ്ചായത്ത്, പിന്നെ കൃഷിഭവൻ, അങ്ങനെയുള്ള അമ്പലം, ഇതൊക്കെ ഉള്ളത് ഈ റൂട്ടിലാണ്. പിന്നെ ഈ വഴി പോകുന്നത് നമ്മുടെ മുരിക്കും തൊട്ടി, പൂപ്പാറയൊക്കെ പോകുന്നില്ലേ, ഇതിലെ പോയാൽ നമുക്ക് ശാന്തംപാറ പോകാൻ സാധിക്കും. പിന്നെ കുളപ്പാറച്ചേൽ കയറാൻ സാധിക്കും. നമ്മുടെ ഇല്ലിപ്പാലം തൊട്ട് മുമ്പ് പറഞ്ഞ് ആ വഴിയാണ് ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ സേനാപതിയിൽ നിന്ന് ശാന്തംപാറ റൂട്ടിലോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ടുള്ളത് ഒരു ഫസ്റ്റ് തന്നെ ഒരു ഗോൾഡ് വിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സർവീസ് സ്റ്റേഷനാണ്. പിന്നെ എന്തോ ലീവാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ കാറ്, ബൈക്ക് എല്ലാം കഴുകാൻ സാധിക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനി ടൗണിലോട്ട് പോകാം. അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നതാണ് തൊട്ടിക്കാനം യാക്കോബ ചർച്ചിൻ്റെ ഒരു ചാപ്പൽ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഒരു അമ്പലം കാണാം. അപ്പോൾ ഇത് ഏതാണെന്നറിയില്ല. പിന്നീട് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ചായക്കടയും ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചാപ്പലിന് എതിർവശം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഒരു തുണിക്കടയുണ്ട്. പിന്നെ അതുപോലെ തന്നെ സേനാപതി ഫൈനാൻസും ഉണ്ട്. മണി ട്രാൻസ്ഫറിങ് ഒക്കെ ഇവിടെ നടക്കും കേട്ടോ. പിന്നെ ഇതൊരു തുണിക്കടയല്ലായിരുന്നോ? പൂട്ടിപ്പോയല്ലേ? പൂട്ടിപ്പോയി. ഓക്കെ. പിന്നെ ഇതിന് ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ റേഷൻ കട. പിന്നെ ഇവിടെ ഒരു ചിക്കൻ സെൻറ്റർ. ഇതാണ് ഇവിടുത്തെ റേഷൻ കട. നമ്മുടെ ചാപ്പലിന് തൊട്ട് താഴെ ചേർന്നിരിക്കുന്നതാണ് മിൽമ സേനാപതിയിൽ കേട്ടോ. അപ്പോൾ നമ്മളിനി സെൻട്രൽ ജംഗ്ഷനിൽ പോയിട്ട് നമുക്ക് മറ്റ് മുകളിലോട്ട് പോയി രാജകുമാരി റൂട്ട് പോയി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ജംഗ്ഷനിൽ ഇത്രയേ ഉള്ളൂ. ഇനി മുകളിലോട്ടാണ് ഇനി കാഴ്ചകൾ കാണാനുള്ളത്. ഇവിടെ ചായക്കടയൊക്കെ ഉണ്ട്, പക്ഷേ പേരൊന്നുമില്ല, എന്താണെന്നൊന്നും അറിയില്ല. പിന്നെ ഈ ചാപ്പലിനോട് ചേർന്ന് കിടക്കുന്ന ഈ വഴിയാണ് നമ്മുടെ പള്ളിക്കുന്ന് പോകുന്ന വഴി. ഇതിലാണ് നമ്മൾ മരച്ചോട് വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ പോകുന്നത് ഇവിടെ വന്നിട്ട് കേട്ടോ. അപ്പോൾ സേനാപതിയുടെ വീഡിയോ എടുത്തെടുത്ത് വന്നപ്പോൾ ഒരിഞ്ഞ മഴ. ഞങ്ങളിവിടെ വെയിറ്റ് ഷെഡിൽ കയറി നിൽക്കുകയാണ്. ഇതിപ്പോൾ ഡിജിറ്റൽ സ്റ്റുഡിയോയുടെ അടുത്താണ് നിൽക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ഈ ജംഗ്ഷനിൽ തന്നെയാണ്. അങ്ങനെ നമ്മൾ ജംഗ്ഷനിൽ നിന്ന് ചാപ്പലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ റേഷൻ കട. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ ശ്രീ മഹാദേവി ക്ഷേത്രം ഉണ്ടല്ലോ സേനാപതി, അതിൻ്റെ തന്നെ ഒരു ഭണ്ഡാരമാണത്. അപ്പോൾ ഈ താഴത്തേക്ക് പോകുന്നതാണ് വട്ടപ്പാറയ്ക്ക് പോകുന്ന റൂട്ട്. അപ്പോൾ നമുക്കിതിൽ മുകളിലേക്ക് പോകാം. പോകുമ്പോൾ സേനാപതി സ്പൈസസ് എന്ന് പറഞ്ഞൊരു കട കാണാം. അതിന് ഓപ്പോസിറ്റ് പോപ്പിൻസ് ബേക്കറി. പിന്നെ നമ്മുടെ ആയുർവേദ മരുന്നുകൾ കിട്ടുന്നൊരു മെഡിക്കൽ ഷോപ്പാണ്. മോഹൻസാറിൻ്റെ ആണ് അല്ലേ. പിന്നീട് ഒരു നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതാണ്. പിന്നീട് ഹൈ റേഞ്ച് പീടിക എന്ന് പറഞ്ഞൊരു
പലചരക്ക് പച്ചക്കറികൾ കിട്ടുന്ന ചെറിയൊരു കട. പിന്നെ ഇവിടെ CPIM ബ്രാഞ്ച് ഓഫീസ്. പിന്നെ ഇവിടെ സേനാപതിയിലുള്ള ഒരേ ഒരു ഹോട്ടലാണ് ഹോട്ടൽ ബ്രദേഴ്സ്. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ സേനാപതി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്. ഹോട്ടൽ ബ്രദേഴ്സിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ അരുന്ധതി സൗണ്ട് സിസ്റ്റം. അതിനോടൊപ്പം തന്നെ ഒരു പെയിൻറ്റ് കടയൊക്കെ കാണാം, ബിൽഡേഴ്സ് ഇമ്പീരിയ എന്നാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഉള്ള ജ്ഞാനായ കത്തോലിക്ക പള്ളിയുടെ ചാപ്പലാട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ ഓപ്പോസിറ്റ് കാർഡമം ഗ്രോവേഴ്സ് സെൻ്ററുണ്ട്, അത് അടച്ചിട്ടേക്കാണ്. ഈ ബിൽഡിംഗ് ഇപ്പോൾ നമ്മൾ കയറി വന്നത് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നാണ്. ഇനിയിപ്പോൾ നമ്മുടെ പഴയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ സാധിക്കും ഇവിടെ വരുമ്പോൾ. ഇത് രാജകുമാരിക്ക് പോണ വഴിയാണ്, അപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ അങ്ങോട്ടാണ് കയറി പോകുന്നത്. നല്ല മഴ കേട്ടോ പെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് സേനാപതി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ കയറി വരുന്ന വഴി ഇതുണ്ടോ, പഴയ പോസ്റ്റ് ഓഫീസിൻ്റെ ബിൽഡിംഗ് അത്. അപ്പോൾ ഇവിടുന്ന് ഏറ്റവും പഴയ കാലത്തുള്ളതാണ്. കരിങ്കല്ല് കൊണ്ടാണ് കുറ്റിയൊക്കെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുതിയ പോസ്റ്റ് ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. തൊട്ട് മുകളിൽ കാണുന്നതാണ് മൃഗാശുപത്രിയും തൊട്ടടുത്ത് തന്നെ നമ്മുടെ പുതിയ പോസ്റ്റ് ഓഫീസും അടങ്ങുന്ന ഒരു ചെറിയ ബിൽഡിങ്. അതിന് നേരെ മുകളിലാണ് നമ്മുടെ കൃഷിഭവനും അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രിയും സ്ഥിതി ചെയ്യുന്നത്. അതിന് ഓപ്പോസിറ്റ് തന്നെയാണ് സെൻറ്റ് മേരീസ് ബിൽഡിങ്, ലയൺസ് ക്ലബ്ബൊക്കെ. ഇതാണ് കൃഷിഭവൻ്റെ ഓഫീസ്. ഇവിടെ സസ്യാരോഗ്യ കേന്ദ്രം. പിന്നെ ഇവിടെ മണ്ണ് പരിശോധനയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണ് പരിശോധനയൊക്കെ ഇവിടെ നടത്തി തരും. അപ്പം നമുക്കവിടെ ഒരു ഹോമിയോ ക്ലിനിക്ക് കൂടെ ഉണ്ട്. അപ്പം നമ്മൾ കൃഷിഭവൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ സേനാപതി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ പഞ്ചായത്തിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്കിവിടെ ഒരു യാത്ര എന്ന് പറഞ്ഞൊരു ഡ്രൈവിംഗ് സ്കൂളോടെ ഉണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രൗണ്ടും ഉണ്ട്. അവിടെയാണ് നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്നതൊക്കെ. ഇതാണ് സേനാപതി പഞ്ചായത്ത് കെട്ടിടം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗ്രൗണ്ടിലേക്കുള്ള വഴി. ഇവിടെ വെച്ചാണ് നമ്മൾ ഡ്രൈവിംഗ് ഒക്കെ പഠിപ്പിക്കുന്നത്. പഞ്ചായത്തിന് ഓപ്പോസിറ്റ്. മഴ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ പഞ്ചായത്ത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് രാജകുമാരി റൂട്ട് വരുമ്പോൾ നമ്മളവിടെ ഒരു ജ്ഞാനായ കത്തീഡ്രൽ കാണാം. അപ്പോൾ ഇവിടുത്തെ കുർബാന സമയമൊക്കെ ഇവിടെ എഴുതി ഞായറാഴ്ച 7:30 രാവിലെ, ഇട ദിവസങ്ങളിൽ രാവിലെ 6:30 വെള്ളിയാഴ്ച 5 മണിക്ക് ജപമാലയൊക്കെ ഉണ്ട്, കുർബാനയുണ്ട്, നൊവേനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വലിയൊരു പള്ളി. നമ്മൾ സ്കൂളിൻ്റെ അങ്ങോട്ട് മുമ്പോട്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടും കാർമേഘം കണ്ട് നല്ല ഇരുട്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് മുമ്പോട്ടുള്ള കാഴ്ചകളൂടെ സേനാപതിയിലെ കാണാം. അപ്പോൾ സേനാപതി സ്കൂളിൻ്റെ പിന്നിലാണ് സ്വർഗ്ഗമേടൊക്കെ, അത് ഇവിടെ വന്നാൽ കാണാൻ കിട്ടും. സേനാപതി ജ്ഞാനായ ചർച്ചൊക്കെ കണ്ട് കുറച്ച് മുമ്പോട്ട് വരുമ്പോഴാണ് നമ്മുടെ മാർബേസിൽ VHSS ഉള്ളത്. ഇത് 1979 സ്ഥാപിതമായത്. അപ്പോൾ ഈ പഴയ കെട്ടിടമാണ് ഫ്രണ്ടിൽ കാണുന്നത്, ഓടിട്ട കെട്ടിടം. അപ്പോൾ അതിന് പിന്നിലേക്കൊക്കെ നല്ല ഡെവലപ്മെൻറ്റ് നടന്നു, നല്ല പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു. പിന്നെ ഇവിടെ LP സ്കൂളും വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ LP സ്കൂള്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ നമ്മുടെ ശ്രീ മഹാദേവി ക്ഷേത്രമുണ്ട്, അതൊക്കെ നമുക്ക് കണ്ടുവരാം. അങ്ങനെ സേനാപതി സ്കൂളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചുകൂടെ മുമ്പോട്ട് നമ്മൾ രാജകുമാരി റൂട്ടിൽ വരുമ്പോൾ നമ്മുടെ ശ്രീ മഹാദേവി ക്ഷേത്രം കാണാൻ സാധിക്കും. ഇപ്പോൾ മീനഭരണി ഉത്സവമാണ് ഇവിടെ മെയിനായിട്ട് കഴിഞ്ഞത്, ഇപ്പോൾ കഴിഞ്ഞു പോയി. സേനാപതിയിലെ ഒരു വലിയൊരു അമ്പലം കേട്ടോ അത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സേനാപതിയിൽ വന്നാലുള്ള കാഴ്ചകളൊക്കെ കാണാനുള്ളത്. ഇപ്പോൾ സേനാപതിയിൽ നിന്ന് മൊത്തം ഒരു 5 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ രാജകുമാരിയിലേക്കൊക്കെ ഈ റൂട്ട് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഈ സേനാപതി വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങളും ഈ അമ്പലത്തെക്കുറിച്ചൊക്കെ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഉപകാരമാട്ടോ കേട്ടോ.